മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ 50 വോട്ടുണ്ടായിരുന്നത് ഇപ്പം 100 വോട്ടായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായിരിക്കണം BJP വോട്ട്. അവിടെ കുറഞ്ഞിരിക്കുന്നത് CPM-ന്റെ വോട്ടാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ 50 വോട്ടുണ്ടായിരുന്നത് ഇപ്പം 100 വോട്ടായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായിരിക്കണം BJP വോട്ട്. അവിടെ കുറഞ്ഞിരിക്കുന്നത് CPM-ന്റെ വോട്ടാണ്. അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾ പല സമയത്ത് എടുത്തിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ. അന്ന് ഞാനിവിടെ വർഗീയ മതിൽ ആണ് വെള്ളാപ്പള്ളി അതേപോലെ സുഗതനൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ ആ മുഴുവൻ വാക്കും നിങ്ങൾ ഇവിടുന്ന് രേഖയെന്ന് മാറ്റി. ഇത് തന്നെയാണ് ഓരോ കാര്യത്തിലും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, NRC-യുടെ വിഷയം വന്നപ്പോഴും നമ്മൾ പറഞ്ഞു NRC എന്ന് പറയുന്നതും ഇതേപോലെ അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അത് ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് അത് ഇല്ലാതാക്കുക എന്നുള്ളതായി അതിന് ലക്ഷ്യമുള്ളൂ. ഇപ്പം നമ്മൾ ബംഗാളിൽ നോക്കിയില്ലേ, ബംഗാളിൽ അവിടെ നടപ്പിലാക്കില്ല എന്ന് പിന്നെ മമത പറഞ്ഞല്ലോ. എന്നിട്ട് അവിടെ എത്ര പേർക്ക് അവർ പുതിയ പൗരത്വം കൊടുത്തു. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ വെറുതെ വായി കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇവിടെ അടിയന്തരാവസ്ഥയുടെ കാര്യം പറയണ്ടേ. അടിയന്തരാവസ്ഥ എന്ന കറുത്ത കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടൻ മറ്റൊരു കറുത്ത അധ്യായം തുടങ്ങി. ഇന്ത്യയിലെ ഇടതുപക്ഷം ജനസംഘവുമായി ചേർന്ന് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലമാണത്. മനസ്സിലായില്ലേ? അന്ന് തുടങ്ങിയതാണ് ഈ BJP-യുടെ പിന്നെ തുടക്കം. അന്ന് ജനതാ പാർട്ടിയായി, പിന്നെ അതിൽ നിന്ന് BJP ഉണ്ടായി, ആ ഗവൺമെന്റിൽ വാജ്പേയി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രചരണം നടത്തി. എന്നിട്ട് ഇപ്പോൾ എപ്പോൾ പറയുമ്പോഴും കോൺഗ്രസ് BJP ഉണ്ടാക്കി എന്ന് പറയുന്ന അല്ലല്ല, ഇത് എനിക്ക് സമയമില്ല. BJP-യും കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലം ഉത്തർപ്രദേശിൽ. ഫൈസാബാദ് എന്ന് പറയുന്ന നിയോജക മണ്ഡലം നിങ്ങൾക്കറിയാലോ, അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമല്ലേ. ആ സ്ഥലത്ത് പിന്നെ BJP അവരുടെ പ്രചരണ ആയുധമാക്കിയിട്ടുള്ള അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ്, അവിടെ അവധേഷ് പ്രസാദാണ് പിന്നെ SP-യുടെ കാൻഡിഡേറ്റ്, ഇന്ത്യ മുന്നണിയുടെ. ലല്ലു സിംഗ് BJP. ആ ഇന്ത്യ മുന്നണിക്കെതിരെ ഈ അരവിന്ദ് സെൻ എന്ന് പറയുന്ന CPI-യുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എന്തിനു നിർത്തിയതാണ്? ആരെ തോൽപ്പിക്കാനാണ്? അത് ഇന്ത്യ മുന്നണിയും BJP-യും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് അവിടെ 5 സ്ഥലത്താണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്കെതിരെ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഈ കളിയൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആളുകൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് അവിടെയൊക്കെ കോൺഗ്രസ് പലപ്പോഴും തോറ്റു. എന്നിട്ടും അവരുടെ ശതമാനം ഇപ്പോഴും 30% ഉണ്ട്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ BJP 15%. ബംഗാളിൽ എത്രയോ കാലം ഭരിച്ച ബംഗാളിൽ നിങ്ങളുടെ ശതമാനം എത്രയാണെന്നറിയോ? അപ്പം നിങ്ങളുടെ വോട്ട് ഷെയർ 7% ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ത്രിപുരയിൽ ഇവർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 42% ഉള്ള സ്ഥലത്ത് നിങ്ങൾ 17% കുറഞ്ഞിരിക്കുകയാണ്. സർ, കോൺഗ്രസിൽ നിന്നും BJP-യിലെ ആൾ പോകുന്നെന്ന് പറയും. ചിലപ്പം 1-2 വ്യക്തികൾ പോകും. പക്ഷേ മുഴുവൻ അണികളും വോട്ടർമാരും പാർട്ടി ഓഫീസും അടക്കം പോകുന്ന ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ പാർട്ടി ഓഫീസ് അടക്കം പോവാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നമ്മളെപ്പറ്റി കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് മറിച്ചു ഇങ്ങോട്ട് മറിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം സർ. നിങ്ങളുടെ വോട്ട് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം സർ. അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് കൂടി പറയണം സർ. സർ, അത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ ഇരട്ടിയായല്ലോ BJP-യുടെ വോട്ട്. മുഖ്യമന്ത്രിയുടെ വോട്ടിൽ കോൺഗ്രസിന്റെ വോട്ടാണ് മാറുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ 50 വോട്ടുണ്ടായിരുന്നത് ഇപ്പം 100 വോട്ടായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായിരിക്കണം BJP വോട്ട്. അവിടെ കുറഞ്ഞിരിക്കുന്നത് CPM-ന്റെ വോട്ടാണ്. അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾ പല സമയത്ത് എടുത്തിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ. അന്ന് ഞാനിവിടെ വർഗീയ മതിൽ ആണ്
വെള്ളാപ്പള്ളി അതേപോലെ സുഗതനൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പം Yes. എൻ്റെ ആ മുഴുവൻ വാക്കും നിങ്ങൾ ഇവിടുന്ന് രേഖയിൽ നിന്ന് മാറ്റി. പക്ഷെ ഇപ്പം മനസ്സിലായില്ലേ, ഏറ്റവും കൂടുതൽ വർഗീയ സംസാരിക്കുന്നത് ഈ ആളുകളാണ്. അവരെ വെച്ച് കളിച്ചതിന്റെ ദുരന്തമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ഈ NRC മറ്റേ CAA മറ്റേതൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ മാറ്റുന്നതിന് പിന്നെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാപട്യമാണ് നടത്തിയതെന്ന് ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സത്യസന്ധമായ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട അൻവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില സമയത്ത് തുറന്നു പറയും, ഞങ്ങൾക്ക് അവസാനം ന്യൂനപക്ഷം വോട്ടും കിട്ടിയില്ല, ഭൂരിപക്ഷം വോട്ടും കിട്ടിയില്ല. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ആ മുഖ്യമന്ത്രിയെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതായാലും സാർ, ഈ ശക്തമായി ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു.